വിവാദങ്ങൾ മാത്രം സമ്മാനിച്ച് മുന്നേറുന്ന നവകേരള സദസ്സിന് നാളെ സമാപനമാകും. കോടികൾ ചിലവഴിച്ച് ഒരു മാസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചു നടത്തിയ യാത്രയിൽ ലഭിച്ച 90% പരാതികൾക്കും പരിഹാരമായിട്ടില്ല. അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. കോഴിക്കോട് നിന്ന് ലഭിച്ച 45,897 പരാതികളിൽ പരിഹരിക്കപ്പെട്ടത് 733 എണ്ണം മാത്രം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനോദും കോഴിക്കോട് നിന്ന് പ്രജിത് മോഹനും ചേരുന്നു. പ്രജിത്തിലേക്ക് ആദ്യം പോകാം. പ്രജിത്ത്, കൊട്ടിഘോഷിച്ച നവകേരള യാത്ര അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഭിച്ച പരാതികളിൽ പകുതിയിൽ താഴെ മാത്രം, പകുതി പോയിട്ട് കാൽഭാഗം മാത്രം പരാതികൾക്ക് പോലും തീർപ്പ് കൽപ്പിക്കാൻ ഇതുവരെ ഒരു വകുപ്പിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നത്. കോഴിക്കോട് ലഭിച്ച 45,897 പരാതികളിൽ പരിഹരിക്കപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയുന്നത് വെറും 733 എണ്ണത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. രോഹിണി, ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു നിന്നതാണ്. അത് സാധൂകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ജില്ലാതല അദാലത്തുകളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അദാലത്തുകളോ, വകുപ്പുകൾ നടത്തുന്ന അദാലത്തുകളിലോ പരിഹരിക്കേണ്ട വിഷയങ്ങൾക്ക് ഇത്രയധികം പണം ചെലവഴിച്ച് ഇത്രയധികം വലിയ PR വർക്ക് കൊടുത്ത് എന്തിനാണ് മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഇത്ര വലിയൊരു യാത്ര, ആഡംബര യാത്ര, ദൂർത്ത് എന്നൊക്കെ നടത്തി എന്നുള്ളതിനൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കോഴിക്കോട് നടന്ന ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ ഈ കണക്കുകൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 45,897 നിവേദനങ്ങളാണ് കഴിഞ്ഞ മാസം 24, 25, 26 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ നവകേരള സദസ്സിൽ ലഭിച്ചത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇതുവരെ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്കാണ് നമ്മൾ പറയുന്നത്. അത് പ്രകാരമാണ് 733 പരാതികൾ മാത്രമാണ് ഈ രീതിയിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. പരാതികൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയച്ചു നൽകി എന്ന തരത്തിലുള്ള മറുപടികൾ പോലും ഈ പരിഹരിക്കപ്പെടുന്ന കണക്കിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ആദ്യഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത് പെട്ടെന്ന് തീർക്കാവുന്ന പരാതികളിൽ 2 ആഴ്ചക്കകം പരിഹാരമാകും. പിന്നീട് കൂടുതൽ നടപടികൾ വേണ്ടവയാണെങ്കിൽ അവയ്ക്ക് 4 ആഴ്ച എടുക്കും. സംസ്ഥാന തലത്തിൽ തീർപ്പാക്കേണ്ടവയാണെങ്കിൽ ഒരു പരമാവധി 45 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നൊക്കെയായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നൽകി ഈ സദസ്സിൽ പരാതിയുമായി എത്തിയവർക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അപ്പോൾ അതിൽ എല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം പാഴ്വാക്കായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം. ഈ ലഭിച്ച പരാതികളിൽ, ഈ 45,897 പരാതികളിൽ 15,000-ലധികം പരാതികൾ അവ തദ്ദേശ സ്ഥാപനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും CPM തന്നെയാണ് അധികാരത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണമുന്നണി തന്നെയാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് കൂടി ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെ 36 എണ്ണത്തിന് മാത്രമാണ് 36 പരാതികൾക്ക് മാത്രമാണ് പരിഹാരം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ഈ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന മറുപടി. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ട പരാതികളിൽ ഒരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വീഴ്ച ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ പരാതി പരിഹാരത്തിന് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പൊതുവേദികളിൽ രാഷ്ട്രീയം പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ സമഗ്രമായ ഒരു സംവിധാനം പോലും രൂപീകരിക്കാൻ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന കൊട്ടിഘോഷിച്ച് നടത്തിയ പരിപാടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള പരാതികളല്ല ഈ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പരാതികൾ ഒരുപാടുണ്ട്, പരാതികളുടെ ബാഹുല്യം അത്രയധികമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിഹാര നടപടികൾ വൈകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. എന്തായാലും ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ, സർക്കാർ ഒരു സമയത്ത് ഇത്തരമൊരു പരിപാടി നടത്തുമ്പോൾ അതിന് മുൻപ് ഇത്രയധികം പരാതികൾ നിലനിൽക്കുന്നത് തന്നെ സർക്കാരിന്റെയും സംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നുള്ള കാര്യം നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ജില്ലാ അദാലത്തുകളിൽ ലഭിക്കുന്ന പരാതികളുടെ അതിന്റെ ഏതാണ്ട് 10, 15, 20 ഇരട്ടിയുള്ള പരാതികളാണ് ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതികളൊക്കെ പരിഹരിച്ച് നടപ്പാക്കണമെങ്കിൽ ഒരു ജനുവരിയോ അല്ലെങ്കിൽ ഫെബ്രുവരിയോ ഒക്കെ ആകുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും. അതെ, പ്രജിത്ത് തുടരുക. പ്രജിത്തിലേക്ക് എത്താം. തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് കൂടി ചേരുകയാണ്. വിനോദ്, നവംബർ 18 ആരംഭിച്ച നവകേരള യാത്ര 23 തിരുവനന്തപുരം ജില്ലയിൽ സമാപനം കുറിക്കുകയാണ്. വഴിനീളെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയതല്ലാതെ മറ്റൊരു നേട്ടവും കേരള സർക്കാരിന് ഇതുവരെ എടുത്തു കാണിക്കാൻ തക്കവണ്ണം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ കോഴിക്കോട്ടെ കണക്കുകൾ, പരാതി കണക്കുകളുടെ ഒരു വിവരമാണ് നൽകിയത്. 45,897 പരാതികളിൽ 733 എണ്ണത്തിന് മാത്രമാണ് പരിഹാരമായത്. മറ്റെല്ലാ ജില്ലകളിലെയും മണ്ഡലങ്ങളിലെയും ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എന്താണ് LDF സർക്കാരിന് ഉയർത്തിക്കാട്ടാനുള്ളത് ഈ നവകേരളയുടെ നേട്ടമായി?
തീർച്ചയായും രോഹിണി, നാളെ കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നവകേരള സദസ്സ് കൊണ്ട് കേരള സർക്കാരിന് ഒന്നും എടുത്തു പറയാനില്ല. വഴിനീളെ കരിങ്കൊടി കാണിച്ചവരെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഓടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു യാത്ര എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ഇത് പക്ക LDFന്റെ ഒരു ജാഥയെ പോലെ തന്നെയാണ്. LDFിൽ ഉൾപ്പെട്ട എല്ലാ മന്ത്രിമാരും ചേർന്നുള്ള ആഡംബര ബസ്സിലുള്ള ഒരു യാത്ര മാത്രമായി ഇത് മാറുകയാണ്. എല്ലാ യോഗത്തിലും പ്രതിപക്ഷത്തിനെതിരെയും പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയും സംസാരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കേരള സർക്കാരിന്റെ ഒരു നേട്ടങ്ങളും എടുത്തു പറയാനില്ല. പ്രതിപക്ഷത്തെയും പ്രത്യേകിച്ചും UDFനെയും BJPയെയും ഒക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര, അതേപോലെ തന്നെ കേരള ഗവർണറെയും കടന്നാക്രമിച്ച് അദ്ദേഹത്തിനെതിരായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ അല്ലാതെ ഉള്ള ഭൂരിപക്ഷം സമൂഹവും ഈ യാത്രക്കെതിരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. എല്ലാ വഴികളിലും യാത്ര കടന്നു പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഈ നവകേരള സദസ്സിന് മുമ്പിൽ ഉയരുന്ന കരിങ്കൊടികൾ അതിൻ്റെ ഒരു ലക്ഷണമായി കാണാം. പക്ഷേ ഈ കരിങ്കൊടികളെ ഒന്നും സഹിഷ്ണുതയോടെ നേരിടാനുള്ള ഒരു ജനാധിപത്യ ബോധം ഈ ഭരണകർത്താക്കൾക്ക് ഇല്ല എന്നുള്ളതാണ്. കരിങ്കൊടി കണ്ടാൽ അവരെ അടിച്ചോടിക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് മാത്രമല്ല, കരിങ്കൊടി കൊണ്ട് ഇറങ്ങുന്നവരെ തല്ലി ഓടിക്കാൻ DYFI സഖാക്കൾ ഇറങ്ങുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത നേതാക്കളുടെ വീടിന് നേരെ വരെ ആക്രമണം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അത് മാത്രമല്ല, കുടുംബശ്രീ അംഗങ്ങളെയും അതേപോലെ തന്നെ തൊഴിലുറപ്പ് അംഗങ്ങളെയും ഒക്കെ തന്നെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നു. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും എല്ലാം പങ്കെടുക്കണമെന്ന സബ് കളക്ടർമാർ ഔദ്യോഗികമായ ഉത്തരവിറക്കുന്നു. സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. സ്കൂളിലേക്കും കോളേജിലേക്കും ഈ വണ്ടി കയറാൻ നിലവിലുണ്ടായിരുന്ന മതിലുകളെല്ലാം ഇടിച്ച് തകർക്കുന്നു. ഇത്തരത്തിലുള്ള നാട്ടിൽ മുഴുവൻ ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു റാലി അല്ലെങ്കിൽ ഒരു യാത്രയായി മാത്രം ഇതിനെ വിശേഷിപ്പിക്കണം. ഈ യാത്രയ്ക്ക് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നുള്ള കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. യാത്രയ്ക്ക് മുന്നോടിയായി നടത്തിയ ഒരാഴ്ചത്തെ കേരളീയം പരിപാടികൾക്ക് 28 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. പക്ഷേ സ്പോൺസർഷിപ്പ് വഴിയാണ് ഇത് സമാഹരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ എത്ര സ്പോൺസർമാർ, എത്ര രൂപ ആരിൽ നിന്നൊക്കെ പണം വാങ്ങി, ആരൊക്കെയാണ് ഇതിന് പണം ചെലവഴിച്ചത്, എത്ര രൂപ ചെലവാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിവരാവകാശം വെച്ച് ചോദിക്കുമ്പോൾ ഇതൊന്നും പുറത്തു വരുന്നില്ല. ഇനിയും നവകേരള സദസ്സിന്റെ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് പുറത്തു വരാനുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ നാട്ടിലെ ക്രമസമാധാന പാലനം പോലും കൃത്യമായി പാലിക്കാൻ കഴിയാതെ മുഴുവൻ തച്ച് തകർത്തുകൊണ്ടുള്ള ഒരു യാത്രയായി മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇത് LDFന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു LDF നവകേരള യാത്രയായി പരിണമിക്കുന്നുവെന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് രോഹിണി. അതുമാത്രമല്ല വിനോദ്, ഏറെ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം, ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്നു. മന്ത്രിസഭ തന്നെ പരാതികൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ പരിഹരിക്കുമെന്നൊക്കെയായിരുന്നു വീരവാദങ്ങൾ. പക്ഷേ അതെല്ലാം പാളുന്ന കാഴ്ച കണ്ടപ്പോൾ അത്തരത്തിൽ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി വരെ എത്തുകയുണ്ടായി. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പുതിയ പ്രസ്താവന എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില പരാതികൾ പരിഹരിക്കാൻ സമയം എടുക്കും, അത് പരിശോധിച്ച് മാത്രമേ അത്തരം പരാതി പരിഹാരത്തിലേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ, അത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം എന്നുള്ളതാണ്. അതായത് ആദ്യം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം മാറി ഇത് വെറും രാഷ്ട്രീയ യാത്രയായി മാത്രം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആകെക്കൂടെ കേരള ജനതയ്ക്ക് എടുത്തു പറയാനുള്ളത്, കുറെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി കുറെ മതിലുകൾ ഇടിച്ചു എന്ന് മാത്രമാണ്. അതേ രോഹിണി, നമ്മൾക്ക് പറയാൻ കഴിയുന്നത് അതാണ്. ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 90% പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇതെല്ലാം കൂടുതലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അതെല്ലാം ജില്ലാതലത്തിൽ 2 ആഴ്ചക്കകം പരിഹരിക്കും. സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ 45 ദിവസത്തിനകം പരിഹരിക്കും എന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും ഒരു പരാതി പോലും കൃത്യമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ നവകേരള സദസ്സിൽ അങ്ങോളം ഇങ്ങോളം പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാധാരണക്കാരിൽ നിന്നും ഒരു പരാതി പോലും നേരിട്ട് വാങ്ങാൻ അവർ മനസ്സ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രത്യേക ഉദ്യോഗസ്ഥരെ ഓരോ മണ്ഡലത്തിലും പ്രത്യേകം പരാതി നൽകാൻ പ്രത്യേക പരാതി ഡെസ്ക് ഏർപ്പെടുത്തി ആ ആളുകൾ അവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. വേദിയിലോ അല്ലെങ്കിൽ ഈ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് നേരിട്ടോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി പോലും നേരിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഇവർ ഒരുക്കിയിരുന്നില്ല. നവകേരള സദസ്സ് എന്ന് പറയുന്നത് പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു യാത്രയല്ല എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞത്
അവരുടെ LDF ഉൾപ്പെട്ട കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ MP ആയിട്ടുള്ള കോട്ടയം MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനെ വേദിയിലിരുത്തിക്കൊണ്ട് കോട്ടയത്ത് വെച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ എംപിക്ക് പോലും ഈ യാത്രയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുന്നില്ല, പരാതികൾ മേടിക്കാനുള്ള യാത്രയല്ല ഇത് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഈ യാത്ര എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ ഗവർണറെ തെറി പറയാനും കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കാനുമുള്ള ഒരു യാത്രയായി മാത്രം ഇതിനെ വിശേഷിപ്പിക്കണം. ഇത് LDFന്റെ പ്രചാരണ ജാഥ ഒരു കാശ് മുടക്കിയുള്ള ഒരു ആധുനിക ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ ഒരു LDF യാത്രയായിട്ട് ഇത് മാറിയിരിക്കുന്നു. അത്തരത്തിലാണ് ഇത് സമാപിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച വേദികൾ നമ്മൾ കണ്ടതാണ്. ക്ഷേത്ര മൈതാനികൾ, ആരാധനാ കേന്ദ്രങ്ങളൊക്കെ തന്നെ വലിയ സ്റ്റേജുകൾ കെട്ടി അവിടെ പ്രസംഗിക്കാനുള്ള വേദികൾ ഇവർ ഒരുക്കിയിരുന്നു. അതിനെതിരെ ഭക്തജനങ്ങളും അതേപോലെ തന്നെ സാധാരണക്കാരുമെല്ലാം ഹൈക്കോടതിയെ സമീപിക്കുന്നു. കോടതി പറഞ്ഞിട്ട് പല സ്ഥലത്തെയും പല ക്ഷേത്രഭൂമിയിലെയും വേദികൾ അഴിച്ചു മാറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെ പൂജപ്പുരയിൽ ഒരു ക്ഷേത്രഭൂമിയിലാണ് വമ്പൻ വേദി ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടിലുള്ളവർ ഉയർത്തിയിട്ടും ആ വേദി പൊളിച്ചു മാറ്റാനോ ആ സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലം നിശ്ചയിക്കാനോ ഉള്ള ഒരു സാമാന്യ ബോധം അവർക്കുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇവിടെയെല്ലാം അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നാളെ സമാപിക്കാൻ പോകുന്നത്. രോഹിണി. ശരി വിനോദ്. നവംബർ 18 ആരംഭിച്ച് നാളെ സമാപിക്കുന്ന നവകേരള യാത്രയ്ക്ക് ലഭിച്ച പരാതികളിൽ 90% പരാതി പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആഡംബരവും ധൂർത്തും മാത്രമായി നവകേരള യാത്ര മാറുന്ന കാഴ്ചയാണ് കണ്ടത്. കോഴിക്കോട് നിന്ന് പ്രജിത് മോഹനനും തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്.